മണ്ണ് മാറ്റുന്നതിന് കൈക്കൂലി വാങ്ങിയെന്ന് പരാതി. മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പരിശോധനയുമായി വിജിലൻസ് സംഘം 72 ഇടങ്ങളിൽ ഓപ്പറേഷൻ എർത്ത് ഗാർഡ് എന്ന പേരിൽ വിജിലൻസിന്റെ പരിശോധന തുടരുകയാണ്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, എവിടെയാണ് പരിശോധന? 72 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. 58 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ ബാക്കി ഉള്ളടങ്ങിൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ ഓഫീസുകളാണ്. അങ്ങനെ സംസ്ഥാന വ്യാപകമായിട്ടാണ് പരിശോധന നടക്കുകയും ചെയ്യുന്നത്. രാവിലെ 10:30-ക്കാണ് ഈ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ പരിശോധന തുടരുകയും ചെയ്യുകയാണ്. ഈ പരിശോധനയ്ക്ക് കാരണമെന്ന് പറയുന്നത് ഈ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് മണ്ണ് മാറ്റുന്നതിന് വേണ്ടി ട്രാൻസിറ്റ് പാസ്സൊക്കെ വാങ്ങും. ആ പാസ് വാങ്ങിയതിന് ശേഷം അനുവദനീയമായതിന് അപ്പുറത്തേക്ക് മണ്ണ് കടത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഉദ്യോഗസ്ഥർ പലരും കൈക്കൂലി വാങ്ങുന്ന പരാതി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം വ്യാപകമായി പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോൾ 2 മണിക്കൂറിലധികം പരിശോധന പിന്നിട്ടിട്ടുണ്ട്. പലയിടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. രേഖകളില്ലാതെ പലയിടത്തും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പണവും പല ആളുകൾ കൈപ്പറ്റിയിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതായത് വൈകുന്നേരത്തോടു കൂടി മാത്രമേ ഈ പരിശോധന പൂർത്തിയാകൂ. അപ്പോൾ മാത്രമാണ് ഇത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ ലഭിക്കുക. എന്തായാലും വ്യാപകമായ രീതിയിൽ തട്ടിപ്പ് നടക്കുന്നത് സംബന്ധിച്ച് വിവരങ്ങൾ വിജിലൻസ് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായിട്ടുള്ള പരിശോധന. മണ്ണെടുപ്പ്